അമൃത പോലീസുകാരെ വെട്ടിച്ച് മുങ്ങി. അനന്തകൃഷ്ണന്റെ കൂടെ പോയത്. എവിടെയാന്ന് ആർക്കും അറിയില്ല. അവൾ എവിടെയെങ്കിലും പോട്ടെ, അനാഥ പ്രേതമായിട്ട് അവൾ അങ്ങനെ അലഞ്ഞു നടക്കണം. എനിക്ക് തരാന്ന് പറഞ്ഞു പറ്റിച്ച സ്വർണ്ണ എനിക്ക് കിട്ടുന്നത് വരെ അവൾ ഇങ്ങനെ തന്നെ നടക്കണം. അതിലൊരു ബുദ്ധി ഞാൻ പറഞ്ഞു തരട്ടെ. പക്ഷേ ഞാൻ വിചാരിക്കും പോലെയൊക്കെ നടന്ന സ്വർണ്ണം എനിക്ക് കിട്ടണം. അല്ലാതെ സ്വർണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോ വാക്ക് മാറരുത്. നിനക്ക് തരാൻ വേണ്ടിയല്ലേ ഞാൻ അവളോട് സ്വർണം ചോദിച്ചത് തന്നെ. പിന്നെന്താ നിനക്ക് ഇത്ര സംശയം? നീ ഐഡിയ പറ. പഞ്ചരത്നം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും തിരിച്ചൊന്നും ചെയ്യാൻ അവരെ കൊണ്ടാവില്ല. ഈ അവസരമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. എടി നീ വളച്ചു കെട്ടാതെ കാര്യം പറ ദിവ്യേ. അങ്കിള് തിരുവനന്തപുരത്ത് പോയ നിലയ്ക്ക് ഇപ്പൊ നമ്മൾ രണ്ടുപേരും സുമേഷും അഖിലയും ആകാശും മാത്രമേ ഇവിടെയുള്ളൂ. അഖിലയ്ക്ക് എന്ത് പ്രശ്നമുണ്ടായാലും സഹായിക്കാൻ ആകാശ് ചാടിയിറങ്ങും. പക്ഷേ ആകാശിനെ കൂടി നമുക്ക് ഇവിടെ നിന്ന് മാറ്റിയാലോ? അഖില ഒറ്റയ്ക്കാവും. നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. എന്ന് വെച്ചാൽ എന്തും ചെയ്യാന്ന്. ദേഹോപദ്രവം ഒഴികെ ബാക്കി എന്തും. പണിയടിപ്പിക്കാം, പട്ടിണിക്കിടാം, വഴക്ക് പറയാം, അവളെ മാനസികമായി തകർക്കാവുന്ന എന്തും ചെയ്യാം. എന്നിട്ട് സഹിയിടുമ്പോ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പഞ്ചരത്നത്തിലേക്ക് പോവാനും പറ്റില്ല. ആശുപത്രിയിലേക്ക് തന്നെ പോവേണ്ടി വരും. ആ സമയം നോക്കി നമുക്ക് വിലപേശാം. ആ സ്വർണം തന്നാ അഖില ഇവിടെ താമസിപ്പിക്കാന്ന് നമ്മൾ പറയണം. സമ്മതിക്കല്ലാതെ ചന്ദ്രൻ അങ്കിളിനോ അനഘയ്ക്കോ ഒരു വഴിയുമില്ല. അമൃതയാണെങ്കിലോ ഒളിവിലുമാണ്. പക്ഷേ ആകാശിനെ എങ്ങനെ ഇവിടുന്ന് മാറ്റും? ഇത്രയും ബുദ്ധി ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇനി ആന്റി ഒന്ന് ആലോചിക്കാം. എന്തെങ്കിലും വഴിക്ക് ആകാശിനെ ഇവിടെ നിന്ന് മാറ്റിയേ പറ്റൂ. ബാക്കി എനിക്ക് വിട്ടേക്ക്. അഖിലെ പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും ഞാൻ. എടോ, താൻ വിഷമിക്കാതിരിക്കേ. അമൃതേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല. ചെറുപ്പം മുതൽക്കേ എന്തൊക്കെ കഷ്ടപ്പെടുന്ന കരകയറി വന്നത് അമൃതേച്ചി. ഇങ്ങനൊരു കേസ് വന്നുകൊണ്ടെന്നും അമൃതേച്ചിയുടെ ആത്മവിശ്വാസം തകരാനൊന്നും പോകുന്നില്ല. അതൊക്കെ ശരിയാകാശേട്ടാ. പക്ഷേ ഇങ്ങനെ പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ അമൃതേച്ചിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എവിടെയാണെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എനിക്ക്. ചേച്ചി സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു വിവരം നമുക്ക് കിട്ടാതിരിക്കില്ല. അങ്ങനെ പ്രതീക്ഷിക്കാന്നല്ലാതെ. ഇങ്ങനെ ടെൻഷൻ ആവണ്ട, ഞാനും കൂടെ ഒന്ന് അന്വേഷിക്കാം. പെട്ടെന്ന് എവിടെയായാലും അതറിയാൻ ശ്രമിക്കാം. നീ എങ്ങോട്ട് ആകാശേ? അമൃതേച്ചി കേസുമായിട്ട് ബന്ധപ്പെട്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാം. അത് എവിടെയാണെന്ന് അറിയാത്തതിന്റെ ഒരു വിഷമമുണ്ട്. ആർക്ക്? ഞങ്ങൾ രണ്ടുപേർക്കും. ചുമ്മാ കള്ളം പറയല ആകാശേ. പെൻഷൻ മുഴുവനും അഖിലേക്കാ. അതുകൊണ്ടല്ലേ നീ അന്വേഷിക്കാൻ പുറപ്പെടുന്നത്. അങ്ങനെയാണെന്ന് തന്നെ വെച്ചോ. അതെ, എന്റെ ഭാര്യയ്ക്ക് ഒരു സങ്കടം വന്ന ആശ്വാസം ഉണ്ട് ഞാനല്ലേ. ആയിക്കോ. പക്ഷേ അച്ഛൻ MLA യുടെ ശുപാർശ കത്തുമായിട്ടേ മിനിസ്റ്ററെ കാണാൻ പോയിരിക്കുന്ന എന്തിനാന്ന് അറിയോ? സ്പോർട്സ് കോട്ടയിലെങ്കിലും നിന്റെ നഷ്ടപ്പെട്ട ജോലി സ്ഥിരമാക്കാൻ. അതെന്താ നീ മനസ്സിലാക്കാത്ത? അതെനിക്കറിയാം. എന്ന് വെച്ച് അതും ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധം ഇല്ലാതെ പിന്നെ? ഇപ്പൊ എന്റെ ഏട്ടൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. നിന്നോട് ഇന്ന് തന്നെ കോഴിക്കോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇന്നോ? അതെന്തിനാ? അച്ഛനിങ്ങോട്ട് വന്നിട്ട് പോരെ അമ്മാവനെ പോയി കാണുന്നത്? പോരാ. ഏട്ടൻ കോഴിക്കോട് ഒരു ഗവൺമെന്റ് സ്കൂളില് പോസ്റ്റിംഗ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മിനിസ്റ്റർ അങ്ങോട്ട് വിളിച്ചു പറയും, അമ്മാവന്റെ കൂടെ നീ അവിടെ ചെന്ന് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡിനെ കാണണം. അതെ, കോഴിക്കോടൊന്നും പോസ്റ്റിംഗ് കിട്ടിയാൽ പോകാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. പണിയെടുക്കാൻ താല്പര്യമില്ലെന്ന് പറ. വെറുതെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതിന് സുഖം പണിയെടുത്താ കിട്ടില്ലല്ലോ. ഏട്ടത്തി വെറുതെ ഓരോ കൊള്ളിവാക്ക് പറയണ്ട. ഞാൻ ഇത്രയും കാലം പണിയെടുത്ത് തന്നെയാ ജീവിച്ചത്. അപ്പൊ പിന്നെ എന്താ? ഇവളെ കാണാതിരിക്കാൻ മേലാഞ്ഞിട്ടാണോ? അതാണെങ്കിൽ നീ വിഷമിക്കൊന്നും വേണ്ട.
ഇവിടെ ഏതെങ്കിലും സ്കൂളിലേക്ക് നിനക്ക് മാറ്റം കിട്ടും. ആകാശേട്ടാ, ഇപ്പൊ അത്യാവശ്യം ഒരു ജോലിയാ. മാമനും അതിനു വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നേ. അമൃതീച്ചയുടെ കാര്യമൊക്കെ അഭിയേട്ടനും അച്ഛനും കൃഷ്ണേട്ടനും ചേർന്ന് നോക്കിക്കോളും. ആകാശേട്ടൻ ജോലിക്കാരി ശരിയാക്കാൻ നോക്ക്. അവനവന്റെ കാര്യം നോക്ക ആകാശേ. അത് കഴിഞ്ഞല്ലേ മറ്റുള്ളവരുടെ കാര്യം. അതെ, എടാ ആദ്യം സ്വന്തം കാലിൽ നിക്ക്, വെറുതെ ഭാവി കളയാതെ. സ്വന്തമായിട്ടൊരു ഹെൽത്ത് ക്ലബ് തുടങ്ങാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊക്കെ ഇനി കുറച്ച് സമയം എടുക്കില്ലേ ആകാശേട്ടാ? ഒരു ജോലിയിൽ ഇരുന്നിട്ടായാലും ഇതൊക്കെ നടത്താലോ. ആകാശേട്ടൻ പോയിട്ട് വാ. ചെല്ല്.